അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മാത്തിക്കുഴൽ നടൻ MLA ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണ ബൈരഗൌഡ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയാലിസിസ് രോഗികൾക്കും വയോജനങ്ങളുടെ മാനസിക സന്തോഷങ്ങൾക്കും പ്രാധാന്യം നൽകി കാരുണ്യസ്പർശം എന്ന പേരിൽ മാത്യു കുഴൽനാടൻ MLA ആരംഭിക്കുന്ന ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി. ആരിക്കുഴ ക്യൂൻസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനാധിപത്യത്തിൽ ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ജനപ്രതിനിധികളെന്ന് മന്ത്രി പറഞ്ഞു. Saved all his salary money, collected it, and today he is dedicating it through this program for the needs of people who are suffering from diabetes and who require dialysis because of their illness. Today is the dedication ceremony of this program. This is what I understand. So, in my experience, this is the first time I've ever heard an MLA dedicating all his salary for the dialysis needs of really needy people. This is the first time I'm hearing. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഡയാലിസിസ് രോഗികൾക്കും പ്രതിമാസം ഒരു കൂപ്പൺ വീതം നൽകുന്ന പദ്ധതിക്കും വയോജനങ്ങളുടെയും പ്രായമായവരുടെയും സന്തോഷസൂചിക ഉയർത്തുന്നതിന് കുട്ടികളുടെ കൂടി പങ്കാളിത്തത്തോടെ വീടുകളിലെത്തി മാതാപിതാക്കളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന ഏഞ്ചൽസ് പദ്ധതിക്കുമാണ് തുടക്കമായത്. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മൂവാറ്റുപുഴ ബിഷപ്പ് യുഹാനോൻ മാർ തെയോഡോഷ്യസ്, ശബരിമല മുൻ മേൽശാന്തി മഹേഷ് നാരായണൻ നമ്പൂതിരി, സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ഷഹാബുദ്ദീൻ ഫൈസി, മാത്യൂസ് മാർ അന്തിമോസ് മെത്രോപൊലീത്ത, ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസ്, ഫാദർ ആന്റണി പുത്തൻകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ്, തൊടുപുഴ.